ന്യൂസിലൻഡിൽ എല്ലാവരും കേട്ടിട്ടുള്ളൊരു സ്ഥലമാണ്. ഓക്ക്ലൻഡ് എന്ന് പറയുന്ന സ്ഥലം എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും. ന്യൂസിലൻഡിൽ വരുന്ന എല്ലാവരും തന്നെ ഓക്ക്ലൻഡ് എയർപോർട്ടിലാണ് വന്നിറങ്ങുന്നത്. അതുപോലെ നാട്ടിലേക്ക് പോകുന്നതും ഓക്ക്ലൻഡ് എയർപോർട്ടിൽ നിന്നാണ് കയറി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഫ്രണ്ടിനെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ പോകുന്നുണ്ട്. അപ്പോൾ പോകുന്ന കാര്യങ്ങളും വഴികളും. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഞാൻ പോകുന്നത്. ഇവിടെ മൊത്തം എൻ്റെ വീടിൻ്റെ സൈഡിൽ പണി നടക്കുകയാണ്. ഫുള്ള് തിരിച്ചിട്ട് ട്രാഫിക്കൊക്കെ. എല്ലാവരും വന്ന് പോകുന്ന സ്ഥിരം സ്ഥലം ഓക്ക്ലൻഡ് എയർപോർട്ടാണ്. നമ്മൾ ഓക്ക്ലൻഡ് എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട് ഇവിടെ. ഇഷ്ടംപോലെ ബസ് സ്റ്റോപ്പുകളുണ്ട്. ഇതേപോലെ അടുത്തടുത്തടുത്ത് ബസ് സ്റ്റോപ്പുകളുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഫ്രണ്ട് വരുന്ന ടൈമാണ്. ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൻ്റെ വണ്ടി കയറി ഓക്ക്ലൻഡ് എയർപോർട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് ജോജോ ജോസഫ്. പുള്ളി കണ്ണൂരുകാരനാണ്. എൻ്റെ സ്ഥലം എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിയാമായിരിക്കുമോ? എൻ്റെ സ്ഥലം പെരുമ്പാവൂരാണ്, എറണാകുളം പെരുമ്പാവൂരാണ്. അപ്പം നമ്മൾ പോകുന്നത് ജോജോൻ്റെ കാറിലാണ്. ജോജോൻ്റെ ഫ്രണ്ട് പുറകിലിരിക്കുന്നുണ്ട്. മുഖം കാണിക്കേണ്ടതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിനെ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പോവാണ്. കുറേ റീച്ച് മേടിക്കണം. അവിടെ പാർക്കിംഗ് അവിടെ ഇടുന്നൊരു ബിൽഡിംഗ് നമ്മൾ മറ്റേ സംഭവം പുറകോട്ടാക്കിടാം. പുതിയ രീതിയിലാക്കി ഇപ്പം ഈസി നമുക്ക് കൊണ്ടുപോയി വിടാനും കേട്ടാൽ ഷോപ്പിംഗ് പൈസയൊന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ മോട്ടോർവേയിലേക്ക് കിടക്കാൻ പോവാണ്. ലാൻഡ് ലൈനിൽ നിന്ന് നേരെ മോട്ടോർവേയിലേക്ക് കിടക്കുകയാണ്. ഇവിടുത്തെ മോട്ടോർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. നല്ല സേഫ് ആണെങ്കിൽ 100 കിലോമീറ്റർ സ്പീഡ് വരെ നമുക്ക് പോകാനായിട്ട് സാധിക്കും ഇവിടുത്തെ മോട്ടോർവേയിലൂടെ. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ മോട്ടോർവേയിലൂടെ ഓക്ക്ലൻഡ് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് 15 കിലോമീറ്ററോളം ഉണ്ട് ഓക്ക്ലൻഡ് എയർപോർട്ടിലേക്ക്. ഏകദേശം 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കവിടെ ചെല്ലാൻ സാധിക്കും. മോട്ടോർവേയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഓരോ ലൈനും കറക്റ്റ് കീപ്പ് ചെയ്ത് തന്നെ പോകണം. 3-4 ലൈനൊക്കെ ഉള്ള റോഡാണെങ്കിൽ പോലും നമ്മൾ ഓരോ ലൈനും ഓരോ സ്ഥലത്തേക്ക് പോകാനുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഏത് ലൈനാണോ ചൂസ് ചെയ്യേണ്ടത് ആ ലൈനിൽ തന്നെ കീപ്പ് ചെയ്താണ് ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പോകാൻ സാധിക്കുകയുള്ളൂ. അതായിരിക്കും നമുക്ക് കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്താൻ എളുപ്പമായിരിക്കുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ആദ്യം തന്നെ വഴി ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. ഞങ്ങൾ ആദ്യം തന്നെ പാർക്കിങ്ങിലേക്ക് കയറി. പിന്നീടാണ് ആലോചിച്ചത് ഡ്രോപ്പ് ഓഫ് ചെയ്തതിന് ശേഷം വണ്ടി വന്ന് പാർക്ക് ചെയ്യാമെന്ന്. അപ്പോൾ ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വീണ്ടും കറങ്ങി.
എവിടെ ടെർമിനൽ എന്ന് വെച്ചാൽ കാണുന്നില്ല സംഭവം. ഇവിടെയൊക്കെ ഇത് വെച്ചു. ഇവിടെ എളുപ്പമാണ്, നമുക്ക് വണ്ടിയുടെ ഇഷ്ടംപോലെ സ്ഥലമാണ്. പിന്നെ കുന്തം മനസ്സിലാവും. ഇതിപ്പോ റീസെന്റ് വന്നുകൊണ്ട് മനസ്സിലായത്. ഞങ്ങൾ ഫെബ്രുവരിയിലല്ലേ വന്നത്. ഇവിടെ ഇത്ര പെട്ടെന്ന് ഇത് പണിതോ? നമുക്ക് വണ്ടി ഓരോന്നും കാര്യം നടത്താം. നമുക്ക് ടോപ്പ് എവിടെയായിരുന്നു പണ്ട് വന്നത്? പുതിയതാണ് ഇത്. നിങ്ങളെ കണ്ടിട്ടില്ലെന്നേ. എല്ലാം റൂഫ് പണിത് ഇത്ര പെട്ടെന്ന്. ഞങ്ങള് വരുന്നതൊന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. നമ്മുടെ ഓക്ലൻഡിലുള്ള നമ്മുടെ എയർപോർട്ടിൻ്റെ ഫുള്ള് സെറ്റപ്പ് മാറിയേക്കാണ്. ഇവിടെ അകത്ത് നമുക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, മറ്റേത് നമ്മൾ റോഡ് സൈഡിൽ തന്നെയായിരുന്നു നിർത്തി കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഫുള്ള് റൂഫൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് പണിത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടൊക്കെ പോലെ അടിപൊളിയാക്കിയിട്ടുണ്ട്. അതിനേക്കഴിഞ്ഞ് ഇച്ചിരി കൂടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ വന്ന ആൾക്കാരെ നമ്മൾ ഡ്രോപ്പ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ അതിൻ്റെ റൂഫിലാണ് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമ്മൾ റൂഫിന് മുകളിലേക്ക് വണ്ടി കയറ്റാണ്. അപ്പോൾ അങ്ങോട്ട് കയറുമ്പോൾ നമുക്കൊരു ടിക്കറ്റ് തരും. ഇല്ലെങ്കിലും കുഴപ്പമില്ല, വണ്ടി നമ്പർ വെച്ചിട്ടാണ് ഇവിടെ പൈസയൊക്കെ അടയ്ക്കുന്നത്. ഇറങ്ങി പോകാൻ നേരത്ത് വണ്ടി നമ്പർ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ എത്ര രൂപയായെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്തേക്കാണ് വണ്ടി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. പക്ഷേ എങ്ങനെയാണത് പേ ചെയ്ത് എങ്ങനെയാണത് പാർക്ക് ചെയ്യണമെന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ടിക്കറ്റ് എടുത്തിട്ടാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. പൈസ നിലവിൽ മേടിച്ചല്ല. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പാർക്കിങ്ങിൽ ഒരു ടിക്കറ്റ് തരും. അതിന് തിരിച്ചു വരുമ്പോഴല്ലേ പൈസ കൊടുക്കുന്നത്. അതേപോലെ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നു. നോക്കാം നമുക്ക്. ഇതൊരു ഇപ്പൊ പണിത ടെർമിനൽ പുതിയതായിട്ട് പണിതതാണ് ഈ കാണുന്നത്. ഈ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് താഴേക്ക് ഇറങ്ങുകയാണ്. ഇതിപ്പോൾ അണ്ടർഗ്രൗണ്ട് ഉണ്ട് പാർക്കിങ്. നമ്മൾ ടോപ്പിലാണ് പാർക്ക് ചെയ്തേക്കണേ. അതിന് നമ്മൾ നടന്ന് എയർപോർട്ടിനകത്തേക്ക് പോവുകയാണ്. ഹെൽപ്പ് ചെയ്യാൻ എയർപോർട്ട്. ഇവിടെ എന്താ കുറേ പരിപാടികൾ വരുന്നത്. ഇതൊക്കെ ഓപ്പൺ ആകുന്ന ഇതുണ്ട് വഴികൾ കിടക്കുന്നത്. അങ്ങനത്തെ വഴികളുണ്ട്. ഈ സോണല്ല പറഞ്ഞു ഇതിനകത്താ കാപ്പിയുടെ മണം. അപ്പോൾ ഇതാണ് എയർപോർട്ടിൻ്റെ അകം. ഓക്ലാൻഡ് എയർപോർട്ടിൻ്റെ അകത്ത് നമ്മൾ ചെക്കിങ് ചെയ്യുന്ന സ്ഥലമാണിത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കിങ് ചെയ്യുന്ന സ്ഥലം വരെ നമുക്ക് കൂടെ വരുന്ന ആൾക്കാർക്കും കയറി ചെല്ലുവാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. നല്ല നീളത്തിൽ കിടക്കുന്നുണ്ട്. കുറേ കൗണ്ടറുകളുണ്ട്. $350 പേരില്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഓക്ലാൻഡ് എയർപോർട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.